ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുള്ള 9ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 187 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എക്സ് വൈ ആയി പല സംഖ്യകളെടുത്ത് x+y x-y ഇവ കണക്കാക്കുക. പലതരം സംഖ്യകൾക്കെല്ലാം ചുവടെ പറയുന്ന സമവാക്യങ്ങൾ ശരിയാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് 3 സമവാക്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, എക്സും വൈയും ആയിട്ട് പല സംഖ്യകൾ എടുത്തിട്ട് x+y x-y കണക്കാക്കണം. അപ്പോൾ നമുക്കിത് ഏത് സംഖ്യ വെച്ചും ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് എക്സും വൈയും പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതുപോലെ രണ്ടും നെഗറ്റീവ് സംഖ്യയാണെങ്കിലും എങ്ങനെ വരുന്നത് നോക്കാം. പിന്നെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആകുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സും വൈയും പോസിറ്റീവ് സംഖ്യ ആകുമ്പോൾ x+y എത്രയായിരിക്കും? അതായത് എക്സ് 3 കൊടുത്തു, വൈ 2 കൊടുത്തു. അപ്പോൾ എക്സിന് പകരം 3 കൊടുക്കുക, വൈക്ക് പകരം 2 കൊടുക്കുക. അപ്പോൾ x+y എന്ന് പറയുന്നത് 3 + 2 = 5 എന്ന് കിട്ടും. x-y 3 - 2 അപ്പോൾ 1 എന്നും കിട്ടും. ഇനി നമുക്ക് എക്സിൻ്റെ വില പോസിറ്റീവും വൈൻ്റെ വില നെഗറ്റീവും ആയിട്ട് എടുക്കാം. സംഖ്യ തന്നെ എടുക്കാം, സൈന് മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. അതായത് എക്സിന് 3 എന്നുള്ള വില കൊടുത്തു, വൈക്ക് -2 കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ x+y എത്രയായിരിക്കും? 3 + -2. പ്ലസും മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ എന്തായി? മൈനസ് ആയില്ലേ. അപ്പോൾ 3 - 2, 3 നിന്ന് 2 കുറച്ചാൽ എത്രയാ? 1 എന്ന് കിട്ടും. അപ്പോൾ x+y 1 എന്ന് കിട്ടി. ഇനി x-y 3 - -2, മൈനസും മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ, അതായത് മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പോൾ 3 + 2 എന്നായി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയതുകൊണ്ട് തന്നെ 3 - -2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 3 + 2 എന്ന് എഴുതാം. 3 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 എന്നും കിട്ടൂലേ. അപ്പോൾ x-y 5 എന്നും കിട്ടി. ഇനി നമുക്ക് എക്സ് മൈനസും വൈ പ്ലസ്സും ആകുമ്പോൾ പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. x+y, അതായത് എക്സിന് -3ഉം വൈക്ക് 2 ആണ് കൊടുത്തത്. അപ്പോൾ x+y എത്രയാണ്? -3 + 2. അപ്പോൾ 1 മൈനസും 1 പ്ലസ്സും ആണ്. 1 - 1 പ്ലസ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3 - 2 കുറക്കുക. 3 - 2 കുറക്കുമ്പോൾ 1. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ 3ൻ്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പോൾ -1 എന്നാണ് x+y കിട്ടുന്നത്. ഇനി x-y -3 - 2. രണ്ടും മൈനസ് ആണെങ്കിൽ എന്താണ് റൂള്? രണ്ടും മൈനസ് ആണെങ്കിൽ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -3 - 2 എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുക, 3 2 കൂടെ കൂട്ടുക. അപ്പോൾ 5, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -5 എന്നും കിട്ടും. ഇനി രണ്ടും മൈനസ് ആണെങ്കിലോ, എക്സിന് -3ഉം വൈക്ക് -2ഉം കൊടുത്താൽ x+y എന്തായിരിക്കും? -3 + -2 അല്ലേ. അപ്പോൾ പ്ലസും മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ അത് മൈനസായി. അപ്പോൾ -3 - 2. അപ്പോൾ രണ്ടും മൈനസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -5 എന്ന് കിട്ടും. ഇനി x-y -3 - -2. രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നു അല്ലേ. ബ്രാക്കറ്റിലും പുറത്തുമായിട്ട് 2 മൈനസ് അടുത്ത് വന്നു. അപ്പോൾ അതെന്തായി? പ്ലസ് ആവും. അപ്പോൾ -3 + 2 ആവും. അപ്പോൾ 1 മൈനസും 1 പ്ലസ്സും ആയാൽ എന്താണ് റൂള്? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 - 2 കുറക്കുക. അപ്പോൾ 1 കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താണ്? 3ൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ -1 എന്നും കിട്ടും. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ആ ഇക്വേഷൻസിൽ എക്സിനും വൈക്കും ഏത് വില കൊടുത്താലും അത് ട്രൂ ആണോ എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, x+y - x = y എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇക്വേഷന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സിനും വൈക്കും പോസിറ്റീവ് സംഖ്യ കൊടുത്താലും നെഗറ്റീവ് സംഖ്യ കൊടുത്താലും 0 കൊടുത്താലും ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് നേരത്തെ ചെയ്ത സംഖ്യ തന്നെ എടുക്കാം. ആദ്യം എക്സിന് 3ഉം വൈക്ക് 2ഉം കൊടുക്കാം. അപ്പോൾ എന്താവും? ഇക്വേഷൻ എങ്ങനെ മാറും? എക്സ് ഉള്ളിടത്തൊക്കെ 3 കൊടുക്കുക, വൈ ഉള്ളിടത്തൊക്കെ 2 കൊടുക്കുക. അപ്പോൾ 3 + 2 - 3 = 2 എന്ന് കിട്ടും. ഇനി അത് കൂട്ടി നോക്കുക. അപ്പോൾ രണ്ട് സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം കറക്റ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നോക്കൂ, സമത്തിൻ്റെ ഇപ്പുറത്ത് 3 + 2 - 3 ആണ്. അപ്പോൾ 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. 5 - 3 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് തന്നെ കിട്ടി? 2 എന്ന് തന്നെ കിട്ടി. അപ്പോൾ ഇക്വേഷൻ ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ഒന്ന് പോസിറ്റീവ് സംഖ്യ ഒന്ന് നെഗറ്റീവ് സംഖ്യ കൊടുക്കാം. അതായത് എക്സിന് 3ഉം വൈക്ക് -2ഉം കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താവും? 3 + -2 -3 -2 എന്നാവും അല്ലേ. എക്സ് ഉള്ളിടത്തൊക്കെ 3 കൊടുത്തു, വൈ ഉള്ളിടത്തൊക്കെ -2ഉം കൊടുത്തു. ഇനി നോക്കൂ, x+y എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതായത് 3 + -2 എത്രയാണ്? 3 പ്ലസും മൈനസും അടുത്തടുത്തുള്ളത് കൊണ്ട് അത് മൈനസ് എന്നായി. അപ്പോൾ 3 - 2 എന്നായി. 3 നിന്ന് 2 കുറച്ചാൽ 1 ആണ്. അപ്പോൾ 1 - 3 സമത്തിൻ്റെ മറുവശത്തുള്ള -2 അതുപോലെ എഴുതുക. ഇനി 1 നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 1 നിന്ന് 3 കുറക്കുക എന്ന് പറഞ്ഞാൽ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ടാൽ മതി അല്ലേ. 1 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണ്,
3 ഒരു നെഗറ്റീവ് സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ 1 3 കുറക്കുന്നതിന് പകരം എന്താ ചെയ്യുക? 3 1 കുറച്ചിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? -2 എന്ന് കിട്ടും. അപ്പോൾ സമത്തിൻ്റെ രണ്ട് ഭാഗത്തും -2 ആയില്ലേ? അപ്പോൾ ഈ ഇക്വേഷനും ട്രൂ തന്നെയാണ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് സംഖ്യ കൊടുത്തപ്പോഴും വൈക്ക് നെഗറ്റീവ് കൊടുത്തപ്പോഴും എന്താണ്? ഇക്വേഷന് കറക്റ്റാണ്. ഇനി അടുത്തത് എക്സിന് നെഗറ്റീവ് സംഖ്യയും വൈക്ക് പോസിറ്റീവ് സംഖ്യയും കൊടുത്തേക്കാം. അപ്പോൾ എക്സിന് -3 വൈക്ക് 2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ എന്തായി? -3 + 2 -3 സമം 2 എന്ന് അതുപോലെ എഴുതി അല്ലേ? അപ്പോൾ ഇനി നോക്കൂ, ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളത് ഒഴിവാക്കണം. അതായത് -3 + 2 എത്രയാണ്? -1 ആണ്. പിന്നെ മൈനസും അടുത്തടുത്ത് വന്നുകൊണ്ട് അതെന്തായി? പ്ലസ് ആയി. അപ്പോൾ -1 + 3 എന്ന് കിട്ടി. സമത്തിൻ്റെ മറുവശത്തുള്ള 2 അതുപോലെ തന്നെ എഴുതി. ഇനി -1 + 3 എത്രയാണ്? 1 മൈനസ് ആണ്, 1 പ്ലസ് ആണ്. അതായത് 1 നെഗറ്റീവ് 1 പോസിറ്റീവ് ആയി എന്താ ചെയ്യേണ്ടത്? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. അതായത് 3 1 കുറക്കുക. 3 1 കുറക്കുമ്പോൾ എത്രയാണ്? 2. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 എന്ന് കിട്ടി. അപ്പോൾ 2 = 2 കിട്ടിയില്ലേ? അപ്പോൾ ഇക്വേഷൻ എന്താണ്? കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടും മൈനസ് ആണെങ്കിൽ എങ്ങനെയെന്നും കൂടെ നോക്കാം. അതായത് എക്സിന് -3 വൈക്ക് -2 കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ എന്തായി? -3 + -2 -3 സമം -2 എന്ന് എഴുതണം അല്ലേ? അപ്പോൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്കതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. അതായത് ആദ്യം ബ്രാക്കറ്റ് ഒഴിവാക്കണം. -3 + -2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസും മൈനസും കൂടെ അടുത്ത് വന്നാലും മൈനസ് ആണ്. അപ്പോൾ -3 -2. പിന്നെ 2 മൈനസ് വീണ്ടും അടുത്തടുത്ത് വന്നിട്ടുണ്ട് അല്ലേ? -3 അല്ലേ? അപ്പോൾ അതെന്തായി? 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ അത് പ്ലസ് ആവും. അപ്പോൾ +3 എന്നും കിട്ടി. അപ്പോൾ -3 -2 +3. പിന്നെ സമത്തിൻ്റെ മറുവശത്തുള്ളത് അങ്ങനെ തന്നെ എഴുതാം. എന്താണ്? -2. വൈൻ്റെ വില -2 അല്ലേ? അപ്പോൾ -2 എന്ന് അങ്ങനെ തന്നെ എഴുതി. ഇനി ബ്രാക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് -3 -2. അപ്പോൾ എത്രയാണ്? 2 മൈനസ് ആണ്. 2 മൈനസ് ആകുമ്പോൾ എന്താ ചെയ്യുക? 2 കൂടെ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3ഉം 2ഉം കൂട്ടുക. അപ്പോൾ എത്രയാ? 5. 5ന് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -5 എന്ന് കിട്ടി. -5 + 3. -5 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മൈനസ് ആണ്, 1 പ്ലസ് ആണ്. വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്? 5 ന്ന് 3 കുറക്കുക. അപ്പോൾ 2 എന്ന് കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പോൾ -2 എന്ന് കിട്ടി. അപ്പോൾ സമത്തിൻ്റെ രണ്ട് ഭാഗത്തും മൈനസ് കിട്ടിയില്ലേ? -2 കിട്ടിയില്ലേ? -2 സമം -2 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും എന്താണ്? ഇക്വേഷന് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു 3-4 ചെയ്ത് നോക്കി. ഏത് സംഖ്യ ചെയ്യുമ്പോഴും എന്താണ്? ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എന്താ നോക്കാം. x + y - y = x എന്നുള്ളതാണ് രണ്ടാമത്തെ ഇക്വേഷന്. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ രണ്ടും പോസിറ്റീവ് സംഖ്യ വെച്ചിട്ടും 1 പോസിറ്റീവ് 1 നെഗറ്റീവും വെച്ചിട്ടും രണ്ടും നെഗറ്റീവ് സംഖ്യ വെച്ചിട്ടും ചെയ്തു നോക്കാം. അപ്പോഴൊക്കെ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത സംഖ്യ തന്നെ എടുക്കണമുണ്ട്. x + y എത്രയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ചെയ്യുകയാണ്. അതായത് എക്സിന് 3ഉം വൈക്ക് 2ഉം ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ x + y എന്താവും? 3 + 2 5 ആവും അല്ലേ? അപ്പോൾ പിന്നെ ഇക്വേഷൻ എന്താ വരുന്നത്? 3 + 2 -2 സമം 3 എന്നാണ് ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താവും? 3 + 2 5 ആണ്. 5 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സമത്തിൻ്റെ രണ്ട് ഭാഗത്തും 3 എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ ട്രൂ ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 1 പോസിറ്റീവ് 1 നെഗറ്റീവും കൊടുക്കാം. അതായത് എക്സിന് 3ഉം വൈക്ക് -2ഉം കൊടുത്ത് നോക്കാം. അപ്പോൾ എന്താണ് ഇക്വേഷൻ? എന്താവും? 3 + -2 സമം 3 എന്ന് എഴുതണം അല്ലേ? പിന്നെ x + y എത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടെ ഇത് ചെയ്ത് കാണിക്കാം. അതായത് 3 + -2 എന്താവും? പ്ലസും മൈനസും അടുത്തടുത്ത് വരുമ്പോൾ അത് മൈനസ് ആവും. പ്ലസും മൈനസ് അടുത്ത് വന്നാൽ മൈനസ് ആവും. അപ്പോൾ 3 - 2 പിന്നെ 2 മൈനസ് അടുത്ത് വന്നാൽ എന്താവും? പ്ലസ്സും ആവും. അപ്പോൾ 3 - 2 + 2 പിന്നെ സമത്തിൻ്റെ മറുവശത്തുള്ള 3 അതുപോലെ തന്നെ എഴുതി. ഇനി 3 - 2 എത്രയാണ്? 3ന്ന് 2 കുറക്കുക എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 2 സമം 3. അപ്പോൾ സമത്തിൻ്റെ രണ്ട് ഭാഗത്തും 3 തന്നെ കിട്ടിയില്ലേ? 3 സമം 3. അപ്പോൾ ഈ ഇക്വേഷന് ഈ ഒരു സംഖ്യ കൊടുക്കുമ്പോഴും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി എക്സിൻ്റെ വില -3ഉം വൈൻ്റെ വില 2ഉം കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായി മാറും? -3 + 2 -2 സമം -3 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് -3 + 2 എത്രയാണ്? അതായത് 1 മൈനസ് ആണ്, 1 പ്ലസ് ആണ്. അപ്പോൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ 3ന്ന് 2 കുറക്കുക. അപ്പോൾ 1 കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് 3ൻ്റെ ചിഹ്നം, അത് മൈനസ് ആണ് അല്ലേ? അപ്പോൾ -1 പിന്നെ -2 -1 - 2 സമം -3 എന്ന് അങ്ങനെ തന്നെ എഴുതി. -1 - 2 എത്രയാണ്? രണ്ടും മൈനസ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടെ കൂട്ടിയിട്ട് മൈനസ് എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 2ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്രയാണ്? 3. 3ന് മൈനസ് ഇട്ട് കൊടുത്താലും -3. അപ്പോൾ സമത്തിൻ്റെ രണ്ട് ഭാഗത്തും -3 ആയല്ലോ. അപ്പോൾ ഇക്വേഷന് പിന്നെ എക്സിൻ്റെ വില -3 വൈൻ്റെ വില 2ഉം കൊടുക്കുമ്പോഴും ഇക്വേഷൻ കറക്റ്റ് തന്നെയാണ്.
ഇനി എക്സും വൈയും നെഗറ്റീവ് സംഖ്യ വരുമ്പോൾ അതായത് എക്സിന് -3ഉം വൈക്ക് -2ഉം കൊടുത്താൽ എങ്ങനെയാണ് വരുന്നത്? -3 പ്ലസ് -2 മൈനസ് ഓഫ് -2 ഈസ് ഈക്വൽ ടു -3 എന്ന് എഴുതണം അല്ലേ? ഇക്വേഷൻ അങ്ങനെ എഴുതി. ഇനി നോക്കൂ, ആ ബ്രാക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് -3 പ്ലസും മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ -3 -2 പിന്നെ 2 മൈനസ് അടുത്ത് വരുമ്പോൾ എന്താവും? അത് പ്ലസ് ആവും. അതായത് 2 മൈനസ് തമ്മിൽ ഗുണിക്കുമ്പോൾ പ്ലസ് ആണ്. അപ്പോൾ +2 കിട്ടി. അപ്പോൾ -3 -2 +2 സമം എത്രയാണ്? -3. അതുപോലെ തന്നെ എഴുതി. ഇനി ആ ബ്രാക്കറ്റിലുള്ളത് -3 -2 ആണ്. രണ്ടും മൈനസ് ആവുമ്പോൾ എന്താ ചെയ്യുക? അത് കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3ഉം 2ഉം കൂടെ കൂട്ടുക. അപ്പോൾ 5. അപ്പോൾ -5 പിന്നെ +2 -5 +2. അപ്പോൾ എന്തായി? പിന്നെ 1 മൈനസ് ആണ്, 1 പ്ലസ് ആണ്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുന്നത്? -3 എന്ന് കിട്ടൂലേ? 5ന്ന് 2 കുറക്കുമ്പോൾ 3 കിട്ടും, മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -3. അപ്പോൾ സമത്തിൻ്റെ രണ്ട് ഭാഗത്തും -3 ആണ്. അപ്പോൾ ഇക്വേഷന് ഇങ്ങനെ വരുമ്പോഴും എന്താണ്? കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ എന്താ നോക്കാം. x - y + y = x എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? x - y + y = x എന്നാണ്. അപ്പോൾ എക്സിന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഓരോ സംഖ്യകൾ വെച്ച് ചെയ്ത് നോക്കാം. എക്സിന് 3ഉം വൈക്ക് 2ഉം വെച്ചുകൊണ്ട് ആദ്യം ചെയ്യാം. അപ്പോൾ എന്താവും? ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സിലോടത്തൊക്കെ 3 കൊടുക്കണം, വൈയിലോടത്തൊക്കെ 2ഉം കൊടുക്കണം. അപ്പോൾ 3 - 2 + 2 = 3 എന്ന് കിട്ടും. ഇനി നോക്കൂ, 3ന്ന് 2 കുറച്ചാൽ എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ 1 + 2 = 3. അപ്പോൾ 3 = 3 കിട്ടിയല്ലോ. അപ്പോൾ ഇക്വേഷന് ട്രൂ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഒന്ന് പോസിറ്റീവ് സംഖ്യ ഒന്ന് നെഗറ്റീവ് സംഖ്യ കൊടുത്തു നോക്കാം. അപ്പോൾ എക്സിന് 3ഉം വൈക്ക് -2ഉം കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 3 - -2 + -2 ഈസ് ഈക്വൽ ടു 3 എന്ന് ഇക്വേഷൻ കിട്ടും അല്ലേ? ഇനി നമുക്ക് ആ ബ്രാക്കറ്റിലുള്ള പിന്നെ മൈനസ് ഓഫ് മൈനസ് ഇല്ലേ, അതൊന്ന് ഒഴിവാക്കണം. അപ്പോൾ 2 മൈനസ് അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആവും നമുക്കറിയാം. 1 പ്ലസ് 1 മൈനസ് ആവുമ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 3 + 2 - 2 = 3 എന്ന് കിട്ടിയില്ലേ? ഇനി 3 2ഉം കൂടെ കൂട്ടിയാൽ 5 ആണ്. 5ന്ന് 2 കുറക്കുമ്പോൾ 3 ആണ്. അപ്പോൾ സമത്തിൻ്റെ രണ്ട് ഭാഗത്തും 3 കിട്ടിയല്ലോ. അപ്പോൾ ഇക്വേഷന് ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഇനി നോക്കൂ, എക്സിന് -3ഉം വൈക്ക് 2ഉം വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. x - y എക്സിന് -3ഉം വൈക്ക് 2ഉം വരുമ്പോൾ എത്ര നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നെ അല്ലേ? വേണമെങ്കിൽ അത് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ എക്സിന് -3ഉം വൈക്ക് 2ഉം കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായി? -3 - 2 + 2 = -3 ആയി. -3 - 2 എത്രയാണ്? 2ഉം മൈനസ് ആയതുകൊണ്ട് തന്നെ അത് കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താ കിട്ടുക? -5 എന്ന് കിട്ടും അല്ലേ? 3 2ഉം കൂടി കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -5 പിന്നെ +2 = -3 അതുപോലെ തന്നെ എഴുതി. ഇനി -5 + 2 എത്രയാണ്? -5 + 2 എന്ന് പറയുമ്പോൾ ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോൾ എന്താണ്? 5ന്ന് 2 കുറക്കുക. അപ്പോൾ 3 കിട്ടും. 5ൻ്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് തന്നെ -3 ആണ്. അപ്പോൾ -3 = -3 എന്ന് കിട്ടി. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ട്രൂ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എക്സിന് -3ഉം വൈക്ക് -2 ആവുമ്പോൾ എങ്ങനെ ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? -3 - -2 + -2 ഈസ് ഈക്വൽ ടു -3 എന്ന് ഇക്വേഷൻ എഴുതാം. ഇനി നോക്കൂ, -3 മൈനസ് ഓഫ് -2 അതായത് 2 മൈനസ് അടുത്ത് വരുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? -3 + 2 എന്ന് എഴുതാം. പിന്നെ പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാണ് അല്ലേ? +- -2. അപ്പോൾ അതും എന്തായി? പ്ലസും മൈനസും അടുത്തടുത്ത് വരുമ്പോൾ അത് മൈനസ് ആയി. അപ്പോൾ -2 എന്നും കിട്ടി. ഈസ് ഈക്വൽ ടു -3 അതുപോലെ തന്നെ എഴുതി. ഇനി ബ്രാക്കറ്റിലുള്ളത് ഒഴിവാക്കുമ്പോൾ -3 + 2 എത്രയാണ്? ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. വലുതിന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യുക? -1 എന്ന് കിട്ടും അല്ലേ? 3ന്ന് 2 കുറക്കുമ്പോൾ 1 കിട്ടും, മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ -1 പിന്നെ -2 എന്ന് അതുപോലെ എഴുതി. ഈസ് ഈക്വൽ ടു -3 എന്നും അങ്ങനെ തന്നെ എഴുതി. ഇനി -1 - 2 അതായത് രണ്ടും മൈനസ് ആണ്, കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടും മൈനസ് ആകുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടും, 3ന് മൈനസ് ഇട്ട് കൊടുക്കും. അപ്പോൾ -3 ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ എന്താണ്? ഇങ്ങനെ ചെയ്യുമ്പോഴും കറക്റ്റാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സിനോ വൈക്കോ ഏതെങ്കിലും ഒന്ന് 0 കൊടുത്തുകൊണ്ടും കൂടെ ചെയ്ത് നോക്കാം. അപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? ഇക്വേഷൻ കറക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.